തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അടിപതറിയത് എവിടെയാണ്? LDF-ന് ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാവുമോ? BJP-യുടെ ചിത്രം ഇനി എന്താണ്? പ്രവാസി വോട്ടർമാർ പ്രതികരിക്കുന്നു. കേരളീയ സമൂഹം കാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്ന മതസൗഹാർദ്ദത്തിനും പുരോഗമന കാഴ്ചപ്പാടിനും എതിരെ അതിനെ തച്ചു തകർക്കാൻ വേണ്ടി നടത്തിയ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുത്താൻ നടത്തിയ വെള്ളാപ്പള്ളി BJP കൂട്ടുകെട്ടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിനും അതിനെ തടഞ്ഞു നിർത്താനുള്ള പ്രതികരണത്തിനും കേരളീയ സമൂഹം നൽകിയ വിലയാണ് ഇന്നത്തെ LDF-ന് ലഭിച്ച ഈ മികച്ച വിജയം. നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ പാടില്ല. കേന്ദ്രത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന BJP ഗവൺമെൻറ്, നിലനിൽക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ചൂടുപിടിച്ചുകൊണ്ട് കേരളത്തിലും അവരുടെ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ട് വർഗീയ ശക്തികൾക്ക് ചെറിയ തോതിലെങ്കിലും ഉള്ള മേൽക്കൈ നേടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു ആപൽ സൂചനയും കാണുന്നുണ്ട്. UDF-ന് തിരിച്ചടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്രത്തോളം തിരിച്ചടി ഒന്നും വന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ചില പ്രദേശങ്ങളിൽ ചെറിയ തിരിച്ചടി വന്നതിൻ്റെ പ്രധാന കാരണം കേന്ദ്രത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുകയറ്റം ചെറുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയാതെ പോയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടിയെന്ന് നമുക്ക് വിലയിരുത്താം. പിന്നെ മലപ്പുറം ഭാഗത്ത് മുന്നണി സംവിധാനത്തിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് കാരണം അവിടെ ചെറിയ കോട്ടങ്ങൾ സംഭവിച്ചു എന്നതും നമുക്ക് അംഗീകരിക്കാം. BJP കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. BJP കഴിഞ്ഞ പ്രാവശ്യം 475ഓളം സീറ്റുകളാണ്, 456-475ഓളം സീറ്റുകളാണ് കേരളത്തിൽ നേടിയത്. അങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മാധ്യമങ്ങൾ വരച്ചു കാട്ടിയ പോലെയുള്ള അത്തരത്തിലുള്ളൊരു ബലം കേരളത്തിൽ BJP-ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. മറിച്ച് കാലാകാലങ്ങളായി അവർക്കുണ്ടായിരുന്ന സീറ്റുകൾ അതേപടി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയാവുക മാത്രമാണ് ചെയ്തത്. മോഡിയെ കാണിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിൽ ഒന്നടങ്കം ഒരു സീറ്റ് നേടാനോ അല്ലെങ്കിൽ വിജയം നേടാനോ അവർക്ക് സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിനൊക്കെ സംബന്ധിച്ചുള്ള ഇലക്ഷന് ചില മാറ്റങ്ങൾ എന്താണെന്ന് വിചാരിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം പലപ്പോഴും ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം, ഏത് പാർട്ടി ഭരിക്കുന്ന സന്ദർഭത്തിലും ഈ ഇലക്ഷനിൽ ഗണ്യമായ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വലിയ പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല. 42 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 39 ഗ്രാമപഞ്ചായത്തും 9 മുനിസിപ്പാലിറ്റിയും 1 ബ്ലോക്ക് പഞ്ചായത്തും. അത് ഒരു മഹത്തായ വിജയമാണെന്ന് എനിക്ക് സന്നിഗ്ധം പ്രഖ്യാപിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തിലൊരു പാർട്ടി ഇത്ര വിജയിക്കുന്നതിന് ജനങ്ങൾ, മതേതര ജനങ്ങൾ കൊടുത്തുള്ളൊരു പിന്തുണയും അതുപോലെ തന്നെ ആദ്യ ജനങ്ങൾ ഈ പാർട്ടി എങ്ങനെ നെഞ്ചിലേറ്റുന്നുള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് മുന്നണികൾക്കിടയിൽ മാത്രം വീശിയിരുന്ന രാഷ്ട്രീയക്കാറ്റ് ഇനി മാറി വീശുമെന്ന സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്നതെന്ന് പ്രവാസികൾ പ്രതികരിക്കുന്നു. ക്യാമറ പേഴ്സൺ ബിനുവേസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.